പരം ശാന്തി. മാ ബാബുജിക്ക് കോടി പ്രണാമം. ഇന്നത്തെ ടോപ്പിക്കാണ് കലിയുഗം. കലിയുഗം കഴിഞ്ഞിട്ട് ഇനി എത്ര വർഷമായി, അതുപോലെ ബ്രഹ്മയുടെ സമയം, അതായത് ഭൂമിയുടെ ആയുസ് എത്രയാണ് എന്ന് നമ്മൾക്ക് ടാലി ചെയ്ത് നോക്കാം. ബ്രഹ്മയുടെ ആദ്യത്തെ പരാത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ആദ്യത്തെ പരാത് എന്ന് പറഞ്ഞാൽ ഭൂമിയെ സൃഷ്ടിച്ചത് 100 വർഷത്തിനാണ്. അതിൽ 50 വർഷം ഒരു ഭൂമി അത് നശിച്ചു പോയി. പിന്നെ രണ്ടാമത് 50 വർഷത്തേക്ക് ഭൂമി സൃഷ്ടിച്ചു. അതിൻ്റെ ആയുസ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. രണ്ടാമത് ഭൂമിയെ സൃഷ്ടിച്ചത് ആദ്യത്തെ ദിവസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബ്രഹ്മയുടെ ആദ്യത്തെ ദിവസം, അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. ബ്രഹ്മയുടെ ആദ്യത്തെ ദിവസത്തിലെ 6 മന്വന്തർ കഴിഞ്ഞുപോയി. ഇപ്പോൾ ഏഴാമത് മന്വന്തർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏഴാമത് മന്വന്തരത്തിലെ 27 ചതുർയുഗം കഴിഞ്ഞുപോയി. 28ാമത് ചതുർയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഭൂമിയുടെ ആയുസ്. 28 ചതുർയുഗത്തിൻ്റെ കലിയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുഗം ഇപ്പോൾ 5118 വർഷം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൽ പറയുന്നത് അനുസരിച്ചിട്ട് കലിയുഗം ഇപ്പോൾ ഒരു കുട്ടിയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കലിയുഗം ഇപ്പോൾ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് 4,26,882 വർഷം ഇനി ബാലൻസ് ഉണ്ട്. കലിയുഗം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കലിയുഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 5118 വർഷം കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. ഇനി ബാലൻസ് ഉള്ളത് 4,26,882 ദിവസമാണ് കലിയുഗം കംപ്ലീറ്റ് ആകേണ്ട വർഷം. ഇത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. കൽപ്പപ്രളയം വരാൻ ഇനി ഒരുപാട് വർഷം, മില്യൺ വർഷം ബാലൻസ് ഉണ്ട്. അതിനാൽ ഇപ്പോൾ സമയം ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കൽക്കി അവതാർ വരാൻ വേണ്ടിയിട്ട് ഇനി ലക്ഷക്കണക്കിന് വർഷം ബാക്കിയുണ്ട് എന്നർത്ഥം. കൽക്കി അവതാരം പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അവതാരം വരാൻ വർഷങ്ങളോളം, ലക്ഷക്കണക്കിന് വർഷം ബാക്കിയുണ്ട് എന്നർത്ഥം. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു കാണും, ഈശ്വരന് ഇത് ഒരു വിഷയമേ അല്ല എന്ന്. ഈശ്വരൻ ചിന്തിച്ചാൽ പരിവർത്തനം നിശ്ചിതമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഈശ്വരനും കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടതാണ്, സമയത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ആദ്യം അറിയണം. സമയത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ. അതുപോലെ കർമ്മത്തിലും. ഒരാൾക്കും കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കില്ല. ഈ ഭൂലോകം, അതായത് നമ്മുടെ ബ്രഹ്മാണ്ഡം, പരിവർത്തനത്തിലൂടെ മാത്രമേ ഈ ബ്രഹ്മാണ്ഡത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പരിവർത്തനം ഇല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡത്തെ രക്ഷിക്കാൻ സാധിക്കുന്നതല്ല. കാരണം സൂക്ഷ്മലോകത്തിൽ എന്താണോ നടക്കുന്നത് അതാണ് സ്ഥൂൽ ജഗത്തിലും നടക്കുന്നത്. ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ, അതുപോലെ ഇസ്രയേലിൻ്റെ ഹമാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സൂക്ഷ്മജഗത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷ്മജഗത്തിലെ ആത്മാക്കൾ
സൂക്ഷ്മജഗത്തിൽ എന്താണ് നടക്കുന്നത് അത് സ്ഥൂൽ ജഗത്തിൽ നടക്കും എന്ന് തീർച്ചയാണ്. സ്ഥൂൽ ജഗത്തിൽ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബുജി ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ സൂക്ഷ്മജഗത്തിൽ പരമാണു ബോംബും കൂടി അവിടെ പൊട്ടിയിരിക്കുകയാണ്. കാരണം അതിനർത്ഥം ഭൂമിയിലും അതിന് സമയമായി എന്നാണ് അർത്ഥം. കാരണം ആരും പരിവർത്തനത്തിന് തയ്യാർ അല്ലെങ്കിൽ, ഭൂമിയിലെ ജനങ്ങൾ പരിവർത്തനത്തിന് തയ്യാർ അല്ലെങ്കിൽ, ജ്ഞാൻ യോഗ സേവാധാരണയ്ക്ക് തയ്യാർ അല്ലെങ്കിൽ, ഭൂമിയിലെ ജനങ്ങൾ ഈശ്വരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു യുദ്ധം, അതായത് ഒരു വിനാശകാലം വരും എന്ന് നിശ്ചിതമാണ് എന്നർത്ഥം. ഇത്രകാലം ഭൂമിയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പ്രാർത്ഥനകളിലൂടെയും ജ്ഞാൻ യോഗ സേവാധാരണകളിലൂടെയും ആണ്. പക്ഷേ ഇപ്പോൾ സംഗതി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം എവിടെയെല്ലാം യുദ്ധം നടക്കുന്നു എന്ന്. പരിവർത്തനം കാരണം ഈ വായുമണ്ഡലം നഖര ഊർജം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നെഗറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നെഗറ്റീവ് എനർജി ഇപ്പോൾ ഉള്ളത് ഈ ഭൂമി നശിക്കേണ്ട വിധത്തിലേക്ക് ഉള്ള ലെവലിലേക്ക് ഉയർന്നിരിക്കുകയാണ് എന്നർത്ഥം. അതിന് എല്ലാവരും ശ്രമിച്ച് എല്ലാവരും നല്ല വൈബ്രേഷൻ വിടേണ്ടത്, ഈ വായുമണ്ഡലത്തേക്ക് പടർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഭൂമി പാടെ നശിക്കും. കാരണം കലിയുഗം തീർന്നില്ല. 4,26,882 വർഷം ഇനിയും ബാലൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം എല്ലാം നെഗറ്റീവ് ചിന്തകളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് സൂക്ഷ്മജഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നത്. അതിനെ രക്ഷിക്കാൻ മനുഷ്യനാലെ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിവർത്തനം സാധ്യമല്ലെങ്കിൽ ഭൂമിയുടെ കാര്യവും അവതാളത്തിലാകും. ഇത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബേഹദ് കി പരം ശാന്തി. മാ ബാബുജിക്ക് കോടി പ്രണാമം. ഇനി അടുത്ത വീഡിയോ ബേഹദ് വിശ്വം എത്ര വലുതാണ് എന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ബേഹദ് കി പരം ശാന്തി.